കൊയിലാണ്ടിയിലെ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ UDF തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നതെന്ന് NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ. പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം വ്യാപകമായി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണം ഇങ്ങനെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. എങ്ങനെയുണ്ട് അവസാനത്തെ ഒരു പ്രതികരണം? എല്ലാവരും വലിയ ആവേശത്തിലാണ്. കാരണം കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടിയിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണമെന്ന് കൊയിലാണ്ടിയിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പറ്റിക്കപ്പെടാൻ കൊയിലാണ്ടിക്കാർ ഒരുക്കമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അട്ടിമറി വിജയം, വലിയ വിജയം ഈ കൊയിലാണ്ടിയിൽ സാധ്യമാകും. യുവത്വത്തിന്റെ പ്രതീകമാണ് പ്രഫുൽ കൃഷ്ണൻ. എന്താണ് യുവജനതയോട് പറയാനുള്ളത്? നോക്കൂ, കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾ ഞങ്ങൾ PSC സെന്ററുകളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ എല്ലാം സന്ദർശിച്ചിരുന്നു. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടിയിൽ അവസരങ്ങളില്ല എന്ന് പറഞ്ഞാൽ PSC സെന്ററുകളിൽ നൂറുകണക്കിന് കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ഭയങ്കര ഹോപ്പ്ലെസ് ആണ് എല്ലാ ആൾക്കാരും. അപ്പോൾ അവസരങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള പൂർണ്ണ ബോധ്യം കൊയിലാണ്ടിയിലെ യുവാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് ജെൻസി മുതൽ എല്ലാ തരത്തിലുള്ള യുവാക്കൾ. അപ്പോൾ വലിയ ആവേശമുണ്ട്. പ്രത്യേക യുവാക്കൾക്കിടയിൽ ഫസ്റ്റ് ടൈം വോട്ടർമാർ BJPയുടെ കൂടെയാണ്. അസന്നിഗ്ധമായിട്ട് പറയുന്നു, ഞങ്ങളുടെ വോട്ട് ഇപ്രാവശ്യം BJPക്കാണ്. ഇടത് വലത് മുന്നണികൾ നടത്തുന്ന ഈ പ്രചരണങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലും പരിഗണിക്കപ്പെടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും രസം എന്ന് പറയുന്നത് UDFന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ UDFകാർ തന്നെ ശ്രമിക്കുകയാണ്. UDFകാരോട് ചോദിക്കുന്ന സമയത്ത് UDFകാർ പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് തമ്മിൽ. ഞാനത് പറയുന്നില്ല, വ്യക്തിപരമായി ആക്ഷേപങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ മാത്രമല്ല, ഇവിടെ ഏറ്റവും പ്രസക്തമായത് ജമായത്തെ ഇസ്ലാമി പറഞ്ഞ ആളുകളാണ് കൊയിലാണ്ടിയിൽ നിർത്തിയിരിക്കുന്നത്. ഒന്ന്, ജമായത്തെ ഇസ്ലാമി ആദ്യം ഇവിടെ ഉയർന്നു വന്ന പേര് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരായിരുന്നു. പിന്നീട് അവസാന നിമിഷമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേര് വെട്ടുന്നത്. അപ്പോൾ ജമായത്ത് ഇസ്ലാമിക്കും ഇവിടുത്തെ തീവ്രവാദ ശക്തികൾക്കും ആരെയാണോ വേണ്ടത് അവരെയാണ് UDF സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്നലെ കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്സവം പിഷാരികാവ് ഉത്സവമാണല്ലോ. പിഷാരികാവ് ഉത്സവത്തിന്റെ ഒരു പോസ്റ്റ് പോലും ഇടാൻ ചില സ്ഥാനാർത്ഥികൾ തയ്യാറായിട്ടില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും പേര് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മതക്കാരെ പ്രീണിപ്പിക്കണം. ആ മതപ്രീണനത്തിന് വേണ്ടിയാണ് ഈ വോട്ട്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും മടിക്കുകയാണ് ചില സ്ഥാനാർത്ഥികൾ. പിഷാരികാവ് ഉത്സവത്തിന്റെ പോസ്റ്റ് അത് ഫേസ്ബുക്കിൽ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം തരംതാണിരിക്കുന്നു എന്നുള്ളത് ഇതിനും വലിയ ഉദാഹരണം ആവശ്യമില്ല. ഈ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതാക്കളടക്കം കേരളത്തിൽ പ്രചരണത്തിന് എത്തുകയാണ്. അത് കേരളത്തിൽ ഒരു വലിയ സാധ്യത. ഇത്തവണ അട്ടിമറി വിജയം ഉറപ്പിച്ച് തന്നെയല്ലേ BJP മുന്നോട്ട് പോകുന്നത്? നോക്കൂ, ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് BJPക്ക് എത്ര സീറ്റുകൾ നിയമസഭയിൽ ഉണ്ട് എന്നാണ്. അത്തരത്തിലേക്ക് കേരള രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേശീയ നേതാക്കന്മാർ എല്ലാവരും കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ സാധ്യതയോടുകൂടിയാണ് കേരളത്തെ നോക്കുന്നത്. കേരളം എന്ന് പറയുന്നത് BJPക്ക് ബാലികേറാ മലയൊന്നുമല്ല. 20% വോട്ട് ഇപ്പം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ പല നിയമസഭാ സീറ്റുകളിലും കൊയിലാണ്ടി ഉൾപ്പെടെ അട്ടിമറി വിജയമുണ്ടാകും. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തിരക്കിട്ട പ്രചരണത്തിലാണ്. അവസാന ഘട്ട ജനങ്ങളെയും കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് NDA സ്ഥാനാർത്ഥികൾ. ക്യാമറമാൻ പ്രശോഭിനൊപ്പം അനഘ ഹർഷൻ, ജനം.